നമസ്കാരം. നരസിംഹം ഹിരണ്യകശിപുവിനെ കൊന്നത് എങ്ങനെയാണെന്നറിയില്ലേ? കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് അയാളുടെ മാറിടം രണ്ടായി വലിച്ചു പിളർത്തി കൊല്ലുകയായിരുന്നു. ഭീമസേനൻ ജരാസന്ധനെ കൊന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ? ജരാസന്ധൻ്റെ ശരീരം രണ്ടായി കീറി അവ തിരിച്ചിട്ട് രണ്ടു ദിക്കുകളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പുരാണത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള വധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ 51 വെട്ടിൻ്റെ ആളുകളാണ് പിണറായി പക്ഷത്തുള്ളത്. ശത്രുവിനെ ഭീഷണിപ്പെടുത്തി ആയുധമെടുക്കാതെ കൊല്ലുന്നവരാണ് അവരുടെ സഖാത്തികൾ. ഇങ്ങനെ പലതരത്തിലുള്ള വധങ്ങളുണ്ട്, വധക്രമങ്ങളുണ്ട്. എന്നാൽ ചാനൽ ചർച്ചയിലായാലും പ്രസ് മീറ്റുകളിലായാലും നിയമസഭയിലായാലും ശത്രുക്കളെ ഇരുത്തി വധിക്കുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവുണ്ട്. അബിൻ വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കറുത്ത തുണി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം? രണ്ട് കറുത്ത തുണി ഇങ്ങനെ വീശുന്നതല്ലേ, അതിലെന്താണ് ജനാധിപത്യ വിരുദ്ധത എന്ന് ചോദിച്ച ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോ കറുത്ത തുണി പൊക്കി കാണിച്ചവരെ പോലീസ് അടിച്ചു എന്ന് മാത്രമല്ല, ഗൺമാന്മാരെ കൊണ്ട് അടിപ്പിച്ച് അവരെ അടിച്ചമർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആറന്മുളയുടെ പുതിയ MLA ആണ്. അബിൻ വർക്കിക്കൊപ്പം സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് മുണഞ്ഞ മോന്തയും ഇളിഞ്ഞ ചിരിയുമായി രക്തം വാർന്ന് തിരിച്ചു പോകുന്ന ചാനൽ ചാവേറുകളായ കമ്മികളെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അബിൻ വർക്കി സംഹാരരുദ്രനായി അങ്ങോട്ട് മേയാൻ തുടങ്ങിയാൽ പിന്നെ ഇവറ്റകൾക്ക് വെറുതെ ഇരിക്കാനേ മാർഗമുള്ളൂ. ആസ്ഥാന അന്തങ്ങളായ K അനിൽകുമാറും അരുൺകുമാറുമൊക്കെ അബിൻ്റെ നാക്കിൻ്റെ തരിപ്പ് അനുഭവിച്ചറിഞ്ഞവരാണ്. SFIയുടെയും DYFIയുടെയും മാത്രമല്ല CPMൻ്റെ മുഴുത്ത നേതാക്കന്മാരും വിവരത്തിൻ്റെ കാര്യത്തിലും വകതിരിവിൻ്റെ കാര്യത്തിലും ഇത്രയൊക്കെയേ ഉള്ളൂ എന്ന് അബിൻ പല ചർച്ചകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഈ നേതാക്കന്മാർക്ക് സമൂഹത്തിൽ ഇത്രമേൽ നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൊടുക്കാൻ UDFൻ്റെ ഈ ചാനൽ പ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അബിൻ വർക്കി ആറന്മുളയിൽ ലാൻഡ് ചെയ്ത ദിവസം തന്നെ എതിരാളികൾ പരാജയം മണത്തു കഴിഞ്ഞിരുന്നു. ഞാൻ ഈ നാട്ടുകാരിയാണെന്ന് പറഞ്ഞായിരുന്നു വീണ ജോർജ് അതിനെ പ്രതിരോധിച്ചതെല്ലാം. വീണ ജോർജ് അവസാനം അഭിനയിച്ച കഴുത്തുള്ളിക്കിയ കത്രീന എന്ന നാടകത്തിൻ്റെ കർട്ടനും രംഗപടവും ഉൾപ്പെടെ പൊളിച്ചെടുക്കാൻ ഈ വർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ അക്ഷരാർത്ഥത്തിൽ വീണ ജോർജിനെ ഇരുത്തി വധിക്കുകയായിരുന്നു അബിൻ വർക്കി. അബിനെ പ്രതിരോധിച്ചൊരു വാക്കുപോലും പറയാൻ കഴിയാതെ പരാജയപ്പെട്ട നടിയായി മാറി വീണ ജോർജ്. ആ ഒറ്റ സംഭവത്തോടു കൂടി തന്നെ വീണ ജോർജിൻ്റെ പരാജയം ജനങ്ങൾ മണത്തു കഴിഞ്ഞിരുന്നു. സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ UDF സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്നതാണ് പരമമായ സത്യം. എല്ലാം പിണറായി വിജയൻ ഒറ്റയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വീണ ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം പാർട്ടി നൽകിയ ഒരു യാത്രയയപ്പ് ആയിരുന്നു. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ ഇരുത്തി വധിക്കാൻ കരുത്തുള്ള അബിൻ വർക്കി നിയമസഭയിൽ ചെന്ന് ആദ്യമായി പ്രസംഗിക്കുമ്പോൾ അതൊട്ടും മോശമാകാൻ തരമില്ലല്ലോ. സ്പീക്കർ അബിൻ വർക്കിക്ക് കന്യപ്രസംഗത്തിനായി 8 മിനിറ്റ് അനുവദിച്ചെങ്കിലും 4 മിനിറ്റ് അധികം എടുത്ത് അബിൻ വർക്കി അക്ഷരാർത്ഥത്തിൽ തകർത്താടി. കരിമണൽ കർത്താവ്, കർത്താവിൻ്റെ അനുജൻ, നിയമസഭയിലിരിക്കുന്ന കർത്താവിൻ്റെ അളിയൻ എന്നു വേണ്ട എല്ലാത്തിനെയും ഒറ്റ ചരടിൽ കൊരുത്ത് പിണറായി വിജയന് ഒരു ഹാരാർപ്പണം തന്നെ നടത്തി. സത്യത്തിൽ ഈ അബിൻ വർക്കിയും AD തോമസും സഭയിലെ വർഗവഞ്ചകരും കുലംകുറ്റിയുടെ ഭാര്യയും ഉൾപ്പെടെയുള്ള മിക്ക പുതുമുഖങ്ങളും പിണറായി വിജയന് വേണം ആദ്യം നന്ദി പറയാൻ. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ 10 വർഷം ഭരിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ സഭയിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചത്. നന്ദി പ്രമേയത്തോട് യോജിക്കുന്നതിനൊപ്പം പിണറായിക്കും നിങ്ങളൊരു നന്ദി വാക്ക് പറയണമായിരുന്നു. എന്തായാലും കന്നിപ്രസംഗത്തിൽ തന്നെ അബിൻ വർക്കി കാരണഭൂതത്തെ അങ്ങ് ഇരുത്തി വധിക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ കൊട്ടുപരീക്ഷകളായി നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഭരണപക്ഷത്തെ MLAമാർക്ക് എന്തൊരു ആവേശമായിരുന്നു അന്ന്. നമ്മുടെ വീണ ജോർജ് ആണെങ്കിൽ കീച്ചിരിപ്പുള്ളിനെ പോലെ സദാസമയവും സഭയിൽ ചിലച്ചുകൊണ്ടേയിരിക്കും. പിണറായി വിജയൻ എന്തെങ്കിലും വിട്ടിത്തരം പറഞ്ഞാലുടൻ 98 എണ്ണവും കൂടി മേശപ്പുറത്ത് അടിയോടടിയാണ്. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ മേശപ്പുറം തല്ലിപ്പൊളിക്കുന്നത്? ഇങ്ങനെ കൊട്ടാൻ താല്പര്യമുള്ള സാമാജികർക്കായി എത്ര കാശ് മുടക്കിയാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു വാദ്യോപകരണം വാങ്ങിക്കൊടുക്കണം സർക്കാർ. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ നടത്തിയ നെറികെട്ട ഭരണത്തെ ഏതാണ്ട് 8-9 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം കൊണ്ട് തകർത്തടിച്ചു കളഞ്ഞു വർക്കി. ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ ഒരു അനുഭവമായിരുന്നു അത്. പിണറായി വിജയൻ്റെ മസ്തകത്തിൻ്റെ മധ്യത്തിലെ മർമ്മസ്ഥാനത്തേക്ക് കുന്തമെറിയുകയായിരുന്നു വർക്കിച്ചായൻ. പിണറായി വിജയൻ്റെ കറുത്ത തുണിയോടുള്ള ഭയം അബിൻ വർക്കി അങ്ങ് തീർത്തു കൊടുത്തു. മനുഷ്യ ചങ്ങല തീർത്ത് നടത്തിയ വ്യാജ നവോത്ഥാനത്തെപ്പറ്റി, വയോജന വകുപ്പ് മുതൽ ആർത്തവ അവധി വരെ, അധികാര ചൂഷണം മുതൽ പിണറായി സർക്കാരിൻ്റെ അഹങ്കാരം വരെ, വീണ ജോർജിൻ്റെ സിസ്റ്റത്തെ ശരിക്കും സ്മരിച്ചുകൊണ്ടായിരുന്നു അബിൻ വർക്കിയുടെ പ്രസംഗം.
ബേപ്പൂരംഗമായ മരുമകനും കൊടുത്തു കണക്കിന്. VC നിയമനം മുതൽ വിഴിഞ്ഞം പദ്ധതി വരെ വിശദമായി പറഞ്ഞു. എന്തിനേറെ പൂക്കി മുഖ്യമന്ത്രി എന്ന് വിളിച്ച് സതീശനെ ആക്ഷേപിക്കുന്നവർക്ക് സത്യത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടായിരുന്നല്ലോ. അത് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാർ, സ്നേഹനിധിയായ കൂട്ടുകാരൻ എന്നാണ് സാർ പൂക്കി എന്ന വാക്കിനർത്ഥം. അപ്പോഴാണ് കോന്നി MLA ആയ ജനീഷ് മുതൽ പിണറായി വിജയനും സജി ചെറിയാനും വരെ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായത്. ഇത് കേട്ട് വീട്ടിലിരുന്ന മുൻമന്ത്രി R. ബിന്ദു തലയിൽ കൈവച്ച് കാണും. വീടും തലയിൽ വെച്ചിരുന്ന ബിന്ദു അതെടുത്ത് താത്തു വെച്ചിട്ട് വിജയ രാഘവേട്ടനോട് ചെന്ന് പറഞ്ഞു കാണും, സഖാവേട്ട, പൂക്കി എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമല്ല കേട്ടോ. നാളെ മുതൽ ഇവർ ഒന്നിച്ചു പറയും ഞങ്ങളുടെ വിജയനാ പൂക്കി എന്ന്. സത്യത്തിൽ ഈ ചെറുപ്പക്കാരായ UDF അംഗങ്ങളെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാൻ എന്തിനാണ് ഈ പിണറായി വിജയൻ 82-ാം വയസ്സിൽ ഈ തണുപ്പ് കാലത്ത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയെടുത്ത് സഭയിൽ വന്നിരിക്കുന്നത്? കുഴമ്പ് തേച്ച് കുളിച്ച് പൊടിയരിക്കഞ്ഞിയും കഴിച്ച് ഒക്കുമെങ്കിൽ പഴയകാലം ഓർത്തൊരു ഒറോട്ടിയൊക്കെ ഉണ്ടാക്കി തിന്ന് വീട്ടിലിരിക്കേണ്ട സമയമാണിത്. UDFൻ്റെ ഈ ചെറുപ്പക്കാരും BJPയുടെ അംഗങ്ങളും കൂടി എടുത്തിട്ട് പൊരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇനിയുള്ള ദിവസങ്ങളെന്ന് അറിയാവുന്നത് കൊണ്ടാണ് CPIക്കാർ ഉപപ്രതിപക്ഷ നേതാവിൻ്റെ പദവി അവർക്ക് വേണമെന്ന് പറയുന്നത്. പക്ഷേ പിണറായി വിജയന് ഒരു ഉപയുടെ ആവശ്യമില്ല. ഗോവിന്ദൻ്റെയും പാർട്ടിയുടെയും തീരുമാനം അങ്ങനെയാണ്. CPMലെ മഹാവിപ്ലവകാരികളും ബുദ്ധിജീവികളും എത്ര എണ്ണമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. താത്വികമായ അവലോകനം മുതൽ വിവരക്കേടും പച്ചത്തെറിയും അസഭ്യവും വരെ അവന്മാർ പറയുമായിരുന്നു. പ്രതിപക്ഷത്തെ യുവനേതാക്കളി പിണറായി വിജയനെ ഇങ്ങനെ ഇരുത്തി വധിക്കുമ്പോൾ ആ ചമ്മളിച്ച മുഖമൊന്ന് സഭാ TV-യിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ സാർ. മനുഷ്യത്വത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും മാനദണ്ഡങ്ങളെപ്പറ്റിയും ഒക്കെ പിണറായി വിജയൻ പറയുന്നത് കേൾക്കുമ്പോൾ നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന 2 ആനകൾ പിണ്ടമിടുകയാണ് സാർ. എന്ത് കാര്യം പറയണമെങ്കിലും 1.5 കീറ് കടലാസിൽ നോക്കുകയും 10 തവണ തപ്പിത്തടഞ്ഞ് വെള്ളം കുടിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെ കാണുമ്പോൾ സഹതാപമാണ് സാർ തോന്നുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതികാര ബുദ്ധിയും കൊള്ളരുതായ്മകളും അനുഭവിച്ച ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഭരണപക്ഷത്ത് ഉള്ളതെന്നോർത്തോ. അവർ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പിണറായിയെയും പ്രതിപക്ഷത്തെയും പ്രതികാരത്തോടെ എടുത്തിട്ടങ്ങ് അലക്കിയെന്നിരിക്കും. ഉമ്മാക്കി വിജയൻ ഒരു തട്ടുകേട് സംഭവിക്കുമ്പോൾ ഇടതുവശത്ത് വന്ന് ഗൂർഖയെപ്പോലെ നിൽക്കാനും കാവലൊരുക്കാനും ഡെസ്കിൻ്റെ മുകളിൽ ചാടിക്കയറാനും നമുക്കൊരു ശിവൻകുട്ടി അവിടെ ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ചട്ടവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചാണല്ലോ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം വോക്കൗട്ട് നടത്തിയത്. കഴിഞ്ഞ സർക്കാർ എത്രയോ പേരോടാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയതെന്ന് അറിയില്ലേ? സ്വന്തക്കാരെ അയൽപക്കത്ത് കൊണ്ടിരുത്തി അർഹതപ്പെട്ട ഒരു ട്രാൻസ്ഫർ ആ നവീൻ ബാബുവിന് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യന് കണ്ണൂരിൽ കിടന്ന് ഇങ്ങനെ മരിക്കേണ്ടി വരില്ലായിരുന്നു സാർ.